ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ താരം. നമ്മുടെ ബിഗ് ബോസ് സീസൺ 4 വലിയ ഒരു അടിയുണ്ടാക്കിയ ഒരു സംഭവമാണിത്. ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കാരമൽ ദോശ. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ജ്യൂസിയുമായിട്ടുള്ള ഒരു ദോശയാണ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, എന്തിനാണ് ഈ ഒരു ദോശയ്ക്ക് വേണ്ടി ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായതെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇത് തയ്യാറാക്കി നോക്കിയത്. എന്താണേലും പൊളി ഐറ്റം എന്ന് പറഞ്ഞാൽ പൊളി ഐറ്റമാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ ജ്യൂസിയാണ്. എന്താണേലും നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ് ഈ കാരമൽ ദോശ. എന്താണേലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് കാരമൽ ദോശ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കിതിന് വേണ്ടത് നെയ്യാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായ നെയ്യ് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ദോശമാവ് ഒത്തിരി ലൂസാകാതെ കുറച്ച് ടൈറ്റിൽ തന്നെ നമുക്ക് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് അതിനകത്ത് ആവശ്യം ഉപ്പും ഒക്കെ ചേർക്കാം. ഒരുപാട് ഉപ്പ് കൂട്ടാതെ നമുക്കത് കലക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു നല്ല ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നന്നായിട്ട് നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മുടെ മാവ് അതിലേക്ക് അങ്ങോട്ട് കോരി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് പരത്തിയെടുക്കുക. നല്ല നൈസായിട്ടൊന്ന് പരത്തണം. നല്ല നൈസായിട്ട് നല്ല പോലെ പരത്തിയെടുക്കുക. ഇനി നന്നായിട്ട് അതൊന്ന് മുരിഞ്ഞു കിട്ടണം. നന്നായിട്ട് അതിൻ്റെ അടിയൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് വേണ്ടത്, ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി പ്രധാനപ്പെട്ട ഐറ്റം നമ്മുടെ പഞ്ചസാരയാണ്. ആ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ അത് നമുക്ക് മറിച്ചിടാം. രണ്ട് രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇങ്ങനെ മറിച്ചിട്ടും ഉണ്ടാക്കാം, അല്ലാതെ തന്നെ അത് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ചുരുട്ടിയും എടുക്കാം. അപ്പോൾ ഞാനിത് രണ്ട് രീതിയിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വളരെ ഈസിയുമാണ്, വളരെ ടേസ്റ്റിയുമാണ്. അസാധ്യമായ ടേസ്റ്റ്. അതായത് നമ്മൾ ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും 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 കഴിക്കാനായിട്ട് തോന്നും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ഞാൻ അതേമാതിരി തന്നെ നെയ്യൊഴിച്ച് മാവ് കോരി ഒഴിച്ച് നന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് അത് മുരിഞ്ഞതിന് ശേഷം നന്നായിട്ട് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ പഞ്ചസാര നമ്മൾ അതിനകത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് അതൊന്ന് എല്ലായിടത്തേക്കും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. നല്ല പോലെ മുരിഞ്ഞു കഴിയുമ്പോൾ മടക്കിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് മറിച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഒരു ദോശയാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ വളരെ ക്രിസ്പിയാണ്. അതുപോലെ തന്നെ വളരെ എന്താ പറയുക, ആ പഞ്ചസാരയും നെയ്യും ഒക്കെ ചേർന്ന് ആ ദോശ നമ്മളിങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ജ്യൂസിയാണത്. അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ഈ പഞ്ചസാരയും നെയ്യും ഒക്കെ ആ ചൂടിലിങ്ങനെ ഉരുക്കി ആ മാവിലേക്ക് ഇങ്ങനെ ചേർന്ന് അതിങ്ങനെ ഫ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. ഇത് നമുക്ക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. ഞാൻ ചമ്മന്തിയും കൂട്ടി കഴിച്ചിട്ട് വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനബിൾ ചെയ്ത് കൊടുത്താൽ നെക്സ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.